അല്ലേ? യെസ്. കാന്തല്ലൂർശാല ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് രാജരാജ വണ്ണിന്റെ തന്നെയാണ്. ഓക്കെ, കാന്തല്ലൂർശാല ഇൻസ്ക്രിപ്ഷൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് കാന്തല്ലൂർശാല എന്ന് പറഞ്ഞൊരു വാർ നടക്കുന്നുണ്ട് ചോളാസും ചേരാസും തമ്മിൽ. ആ ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കാന്തല്ലൂർശാല ഇൻസ്ക്രിപ്ഷൻസ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കേരള ഭാഗത്തേക്കുള്ള എക്സ്പെഡീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കാന്തല്ലൂർശാല ഇൻസ്ക്രിപ്ഷന്റെ മെയിൻ ആയിട്ട് പറയുന്നത്. കേരളത്തിലേക്ക് വരുന്നു, കാന്തല്ലൂർശാല പിടിച്ചെടുക്കുന്ന ആ ഭാഗങ്ങളൊക്കെയാണ് കാന്തല്ലൂർശാല ഇൻസ്ക്രിപ്ഷൻ പറയുന്നത്. അത് രാജരാജ വണ്ണിന്റെ സമയത്തിനാണ്, രാജരാജ വണ്ണാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താ പറയാ, KS-നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് UPSC-ക്ക് ചോദിക്കുന്ന സമയത്ത് UPSC ചിലപ്പോൾ രാജരാജ വണ്ണ് രാജേന്ദ്ര രാജ വണ്ണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും എന്നാലും ചോദിക്കും ആരുടെ ബന്ധപ്പെട്ടതാണ്, ചോളാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെങ്കിലും ഓർത്തിരിക്കാൻ പറ്റും നോക്കണേ. ആൻഡ് അനു, താങ്ക് യു. അത് ഞാൻ വിട്ടുപോയൊരു ഭാഗമാണ് ഓർമ്മിപ്പിച്ചതേ. അപ്പാർട്ട് ഫ്രം ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസ് കുറെ ഉണ്ട്, എനിക്കറിയാം ഇൻസ്ക്രിപ്ഷൻസ് കുറെ ഉണ്ട് എന്നുള്ളത്. മെയിൻ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നോക്കണം. ഓക്കെ, ഇപ്പൊ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസ് മെയിൻ ആണ്. ഓക്കെ, അത് നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല, ബിക്കോസ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഡൈനാസ്റ്റിന്റെ മെയിൻ ഇൻസ്ക്രിപ്ഷൻസ് അല്ലേ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചെങ്കിലും മറ്റത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ഇൻസ്ക്രിപ്ഷനും നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അശോകനൊക്കെ നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ സാധിക്കും, ബിക്കോസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഭാഗമല്ലേ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു മനുഷ്യൻ ഓക്കെ അല്ല. ബിക്കോസ് നമുക്ക് ഹിസ്റ്ററി എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ അബ്സല്യൂട്ട്ലി ഫൈൻ, നിങ്ങൾക്ക് അത് പഠിക്കാം. ഞാനത് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ ഇരുന്ന് പഠിച്ചോ എന്ന് പറയും. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ പറയില്ല. ഓക്കെ, കാരണം ഇൻസ്ക്രിപ്ഷൻസ് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നത്, അതും ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അശോകന്റെ പാർട്ടാണ് അവർ ചോദിക്കുന്നത്. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ഞാൻ പഠിക്കുന്നതൊക്കെ നിങ്ങൾ പഠിക്കണം മെയിൻ ആയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ അല്ലേ ഓരോ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകും. അത് ഒന്ന് രണ്ട് തവണ നിങ്ങൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ പതിയുന്ന കാര്യങ്ങളാണ്. ഒക്കെ ഒന്ന് രണ്ട് തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഇരുന്ന് ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുതെന്ന് മാത്രം. കണക്ട് ചെയ്ത് മാക്സിമം ഹിസ്റ്ററി പഠിക്കാൻ നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പാനിക് ആവും. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ഓർത്താൽ മതി, ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞു, നിങ്ങൾ 75 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? ആലോചിച്ച് നോക്കി, നിങ്ങൾ 75 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണോ? 66.5 മാർക്ക് നിങ്ങൾക്ക് CSAT വാങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണോ? പ്രാക്ടിക്കലി അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, 2023 കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 75 ഓക്കെ, ഇപ്പൊ 2022 കട്ട് ഓഫ് നോക്കൂ, 95. അപ്പോഴും 95-96 റേഞ്ചിൽ വരുന്ന സമയത്ത് പോലും 48 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാവുന്ന ഏരിയാസ് ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം അല്ലെ. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. നിങ്ങൾ സ്വതവേ എക്സാം കഴിഞ്ഞ് പുറത്തെത്തി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇത്രയും വലിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? പാറ്റേൺ ഇസ് നോട്ട് എ മാറ്റർ. അപർണ, പാറ്റേൺ എന്താണ് അവർ മാറ്റുന്നത്? പാറ്റേൺ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും 1 only 1 2 only അങ്ങനെ നോക്കി പോകണ്ട. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കും. ഓക്കെ, ആ സെന്റൻസ് വായിച്ചു നോക്ക്. സെന്റൻസിൽ തന്നെ നമുക്ക് എന്തുണ്ട്, കുറച്ച് ഡീപ്പറിലായിട്ട് ഫീൽ ചെയ്യുന്ന സെന്റൻസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു സെന്റൻസ് എടുക്കുന്ന സമയത്ത് എത്രത്തോളം ആ സെന്റൻസ് ശരിയാവാൻ സാധ്യതയുണ്ടെന്നുള്ള പോസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അത് കൂടാതെ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഭാഗം 1 pair 2 pair ആയിരിക്കും. അതും ചോദിക്കുന്ന ഭാഗങ്ങൾ എന്താണ്? പ്ലേസസ് ന്യൂസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഹിസ്റ്ററി പോർഷൻ ആണ് ചോദിക്കാറുള്ളത്. ഞാൻ ഈ പറയുന്ന പോലെ റൂളേഴ്സിന്റെയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് നമുക്ക് എന്താണ് പ്രശ്നം വരുന്നത്? നമുക്ക് ഞാൻ പറഞ്ഞത് ഇൻക്ലൂഡിങ് മീ അടക്കം എന്താണ് പ്രശ്നം വരുന്നത്? ഓക്കെ, നമുക്ക് പ്രശ്നം വരുന്നത് നമ്മൾ വീട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടുന്നു, പനു പറഞ്ഞതുപോലെ. അറ്റ് ദ സെയിം ടൈം നമുക്ക് എക്സാമിനേഷൻ ഹാൾ പ്രഷർ വരുന്നത് കൊണ്ട് മാത്രമാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ ഇപ്പോ വർഷമായിട്ടും മറിയായിട്ടും അജനായിട്ടും എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്നാൽ കിട്ടാവുന്ന സാധനം മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിലേക്ക് ഇതില്ല. പക്ഷേ ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു ഭീകരമായിട്ടുള്ള എക്സാം ആണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നതാ. അതല്ലാതെ ഒരു എക്സാം സാധാരണ എക്സാം ആണ്. പ്രിലിംസ് ഇസ് എ നോർമൽ എക്സാമിനേഷൻ. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനേ അല്ല. ഓക്കെ, നിങ്ങളെ ഒരു രീതിയിൽ പോലും നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്നതല്ല. നിങ്ങൾ അവിടെ പോയിരിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ സമാധാനത്തോടു കൂടി വായിക്കുക, എലിമിനേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. CSAT നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. CSAT നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ബിക്കോസ് CSAT വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ആൾക്കാർക്ക് എലിമിനേറ്റ് ഏറ്റവും എളുപ്പം CSAT ആണ്. പക്ഷെ അത് 66 മാർക്ക് വാങ്ങിയാൽ മതി അല്ലേ. 66 എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യൻ 32 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. നമ്മളെല്ലാം എടുക്കണം എന്നല്ല പറഞ്ഞത്, നമുക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെടുക്കാം. പ്രാക്ടീസ് ഈസ് ഇമ്പോർട്ടന്റ് യാർ.
നിങ്ങൾ റിവിഷൻ ചെയ്യുക, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ സത്യാവസ്ഥ പറയാം, ടോട്ടലി പറയാം. ഒരു എലിമിനേഷൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10-15 സെഷൻ എടുത്ത് അത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. തിങ്കിങ് പ്രോസസ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത് കേൾക്കും, നിങ്ങൾ പുറത്ത് പോകും, എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾ അതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണ് അവിടുത്തെ ചോദ്യം. നിങ്ങളൊരു ആൻസറിലേക്ക് എത്തുന്നു. എങ്ങനെ ഞാൻ ആൻസറിലേക്ക് എത്തുന്നു? എന്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്. അറിവെന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഒരാൾക്ക് പോലും അറിവ് മൊത്തമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും അറിവിനെ കമ്പയർ ചെയ്യുക ശങ്കരാചാര്യരാണ്. അദ്ദേഹത്തിന് പോലും അറിവില്ല. അത്രയും ബുദ്ധൻ അറിവില്ലാത്ത, അത്രയും അറിവിട്ടിട്ടില്ല. അള്ളാഹുന് അത്ര ഈ പറയുന്ന പോലെ അറിവില്ല. മുഹമ്മദ് നബിക്ക് അത്ര അറിവ്. എല്ലാവർക്കും അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? പക്ഷെ അറിവ് ഒരിക്കലും ഈ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് അറിവ് വെച്ച് എങ്ങനെ ആൻസറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളാണ്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും എല്ലാവർക്കും ലിമിറ്റഡ് അറിവുകളാണുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അറിവ് വെച്ചിട്ടാണ് 2 വ്യത്യാസമേ ഒരു ഫസ്റ്റ് റാങ്കും നമ്മളും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഒന്ന് കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ പഠിച്ച അറിവ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു, അത് മാത്രമാണ് UPSC എന്നല്ല ഒരാൾക്ക് വേണ്ടത്. നിങ്ങൾ പഠിച്ച അറിവ് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് കാലത്ത് ഈ സയന്റിസ്റ്റുകൾ കടത്തില്ലേ, ഒരു കുരങ്ങനെ ഒരു കൂട്ടിലിട്ടിട്ട് ഒരു ഭാഗത്തേക്ക് തട്ടുന്ന സമയത്ത് അവൻ ഷോക്ക് അടിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ, അതൊരു അറിവാണ്. അപ്പൊ ആ ഒരു ടെൻഡൻസി മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ റിപ്പീറ്റഡ് പ്രാക്ടീസിലൂടെയാണ് സാധനം മനസ്സിലാകുന്നത്. ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറയുന്നത് പോലെ നിങ്ങൾ മൃഗശാലകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മൃഗങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ടൈം വരുന്ന സമയത്ത് മൃഗങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഫുഡ് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവർ ഫുഡ് കൊടുക്കുന്ന ആൾ നടന്നു പോകുന്ന സൗണ്ട് വെച്ച് അവൻ റെസ്പോണ്ട് ചെയ്യും. എന്തുകൊണ്ടാ? ദിസ് ഇസ് എ പ്രാക്ടീസ്. അവന് കാലങ്ങളായിട്ട് വരുന്ന സാധനമാണ്. ഈ ഒരു സാധനമാണ് UPSC നിങ്ങളിരുന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഈ പ്രാക്ടീസ്, ഓൾവേസ് പ്രാക്ടീസ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ബൈ ഹാർട്ട് പഠിക്കാനല്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു, വെദർ ഇറ്റ് ഇസ് വാട്ട് എവർ ദ ടെസ്റ്റ് സീരീസ്, UPSC പേപ്പർ നിങ്ങൾ എടുക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ആൻസറിലേക്ക് എത്താൻ പറ്റുക? എന്റെ ലിമിറ്റഡ് അറിവേ ഉള്ളൂ, ഞാൻ എങ്ങനെ ആൻസറിലേക്ക് എത്തുന്നു? അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിക്കുക, ആൻസർ നോക്കിക്കോ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും നോക്കുക. ഇതേ ഒരു പാറ്റേൺ, നേരത്തെ അപർണ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ, ദാറ്റ് ഇസ് എ പാറ്റേൺ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് വ്യത്യാസം വന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അസർഷൻ ആൻഡ് റീസൺ, അങ്ങനത്തെ 10-15 ക്വസ്റ്റൻ എങ്കിലും മിനിമം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അല്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ അത്? അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ എത്താൻ സാധിക്കില്ലേ? ഇപ്പൊ UPSC നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? UPSC ആകെ ചെയ്യുന്നത് അവരെ പാറ്റേൺ മാറ്റുമ്പോൾ നിങ്ങൾ പാനിക് ആവും നോക്കണം. നാളെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഒരു ജില്ലയായിരിക്കാം അല്ലേ? ചിലപ്പോൾ നിങ്ങൾ IFS ഫോറിൻ സർവീസ് ആവുന്നു എന്ന് വിചാരിക്കും. ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആവുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾ എത്തുന്നു, നിങ്ങൾ IAS ആവുന്നു, IPS ആവുന്നു. നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി ഈസി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളെ വിശ്വസിച്ച് ഒരു ഗവൺമെന്റ് നിങ്ങളോട് സാധനം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാനിക് ആവാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലല്ലേ? ആ ഒരു പാനിക് ആവാതെ നിന്നാൽ മതി. പാനിക് ആവാത്തൊരുത്തൻ, അത്യാവശ്യം അറിവുള്ള വായിച്ചൊരുത്തൻ സുഖമായിട്ട് പാസ്സാകും. ബി കോൺഫിഡന്റ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെപ്പൺ. നിങ്ങളത് ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അതുകൊണ്ട് അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തേത്, ഓക്കെ, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പല ആളുകളും പരാജയപ്പെട്ടിട്ടുള്ള ഒരു എക്സാം ആണ്. പല റീസൺ കൊണ്ടാവാം, പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എയിം ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, ബിക്കോസ് ജവഹർലാൽ നെഹ്റു ഈ എക്സാം എഴുതി പൊട്ടിയ ആളാണ്, പരാജയപ്പെട്ടുള്ള ആളാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ട് അദ്ദേഹത്തിന് നാളെ ഈ ചരിത്രം അംഗീകരിച്ച എങ്ങനെയാണോ? ഇന്ത്യൻ ആദ്യത്തെ പ്രധാനമന്ത്രി പുള്ളിയാണ്. ഓക്കെ, മോത്തിലാൽ നെഹ്റു ശരിക്കും ഹിസ്റ്ററിയിൽ തന്നെ പറയുന്നുണ്ട്, നീ ഈ മണ്ടൻ, ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ നീയാണെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുള്ളിയെ മണ്ടൻ എന്ന്? ഇറ്റ്സ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൈം മിനിസ്റ്റർ ഓൾസോ അല്ലെ? അതിപ്പോ എപ്പോഴും അങ്ങനെയാണ്. ഒരു വ്യക്തി, രവിശങ്കർ പ്രസാദ് സിവിൽ സർവീസ് എഴുതി തോറ്റ ആളാണ്, അദ്ദേഹം മിനിസ്റ്റർ ആയില്ലേ? അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലേ നമ്മുടെ ചുറ്റുപാടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത് വലിയ എക്സാം ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് നോർമൽ എക്സാമിനേഷൻ ലൈക്ക് യുവർ ഡിഗ്രി എക്സാമിനേഷൻ ഓർ PG എക്സാമിനേഷൻ. ഒറ്റ കാര്യമുണ്ട്, ഇതിന് കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സ്വയം പറയുന്നതാണ് ഇത് ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾ പഠിച്ച സാധനങ്ങളെ ചോദിക്കുള്ളൂ. പഠിക്കാത്ത സാധനം ഇപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അത് അലീഷയ്ക്കാണെങ്കിലും മിഥുനാണെങ്കിലും അപർണയ്ക്കാണെങ്കിലും വർഷയ്ക്കാണെങ്കിലും അജനയ്ക്കാണെങ്കിലും ശ്വേതയ്ക്കാണെങ്കിലും ഒരേപോലെയാണ്, ഒരു വ്യത്യാസമില്ല. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇത് നിങ്ങളുടെ കഴിവ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ഒന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർവീസിലേക്ക് IAS, IPS, IFS അല്ലെങ്കിൽ എല്ലാവരും അവരൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കേണ്ട ആളുകളല്ലേ? ഓക്കെ, എല്ലാവരും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ IPS ആയാലും വലിയ കിടലങ്ങളാണ്, എല്ലാ IAS വലിയ കിടലങ്ങളാണ്. നിങ്ങൾ ചുറ്റുപാടും എക്സാമ്പിളുകളുണ്ട്. ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് പാളിപ്പോയി പ്രശ്നങ്ങളായിട്ടുള്ള കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, എന്നാൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, ആ ഒരു സാധനം മാത്രമേ നിങ്ങൾക്ക് അടുത്ത ആവശ്യമുള്ളൂ. അപ്പോൾ
അത് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ എക്സാമിനേഷൻ, കൂൾ എക്സാമിനേഷൻ. എക്സാമിനേഷൻ ഹോളിൽ മാക്സിമം കൂൾ ആയിരിക്കുക. നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ പോകുന്നതിന് മുൻപ് ഒരു റേസിന് നിങ്ങൾ പങ്കെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യില്ലേ? അല്ല, നിങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കില്ല. അതൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ആ പ്രാക്ടീസ് മാത്രമാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് മുമ്പേ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് UPSC വിൽ ചേഞ്ച് എവറിത്തിങ്. അവരെന്ത് മാറ്റും, പാറ്റേൺ മാറ്റും, അത് മാറ്റും, ഇത് പറയും. നിങ്ങൾ ചോദിക്കുന്നത് പാറ്റേൺ അല്ല, യുവർ കോമൺ സെൻസ്. അത് മാത്രമേ UPSCക്ക് ആവശ്യമുള്ളൂ. അതിന് വേണ്ടി UPSC എന്തും ചെയ്യും. ഓക്കെ, പല പാറ്റേണുകൾ മാറ്റും, പല രീതികൾ മാറ്റും. നാളെ നിങ്ങൾ കാണാത്ത സാധനം വരും. നിങ്ങൾ പേടിക്കണ്ട. പേടിക്കാതിരുന്ന മക്കളെ നിങ്ങൾ കയറും. അത്രയേ ഉള്ളൂ. ആർക്കും കൂടുതൽ അറിവില്ല, ആർക്കും കുറച്ച് അറിവില്ല. നിങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഒരേ ഒരു റീസൺ മാത്രമേ, നിങ്ങൾ അവിടെ പാനിക് ആവുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇന്നലെ ഞാനും അരവിന്ദ് സാർ, ഇപ്പൊ ജോജൻ സാറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരും പറയുന്നതിന്റെ റീസൺ ഇതാണ്. നമ്മൾ അവിടെ പാനിക് ആയി കഴിഞ്ഞാൽ ഇവിടെ ആരാ വെറ്ററൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ ജനിക്കുന്നത്? വെറ്ററൻസ് എന്ന് പറഞ്ഞ റീസൺ എന്താ പറയുക? വെറ്ററൻസ് എന്ന ടേം നിങ്ങൾ പറയാറില്ലേ? നമ്മൾ സിവിൽ സർവീസ് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ? എങ്ങനെയാണ് അവർ വരുന്നത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കുന്ന ആ ബേസിക് സാധനം മാത്രമേ ഞങ്ങൾക്കും എല്ലാവർക്കും ധാരണയുള്ളൂ. അതിനപ്പുറത്തേക്ക് ധാരണയൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടല്ലോ, എന്തായാലും കുഴപ്പമില്ല, ഇവർ ഇതാണ് ചോദിക്കാൻ പോണത്, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചോ, ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിന്റെ എഴുതി കയറുന്ന ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ചോദിച്ചോ നിങ്ങൾ, ഇതാണ് എന്റെ റീസൺ, വേറെ ഒന്നുമല്ല. ഓക്കെ, സോ ബി കൂൾ. പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി പഠിക്കുക. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. സോ റിവിഷൻ ടൈം നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റിവിഷൻ മാക്സിമം നോക്കുക, ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക. ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ടെസ്റ്റാണ് ചെയ്തതിൽ വല്ല പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റ് അത് അനലൈസ് ചെയ്യുക. ഹൗ ടു ഗെറ്റ് ദാറ്റ് ആൻസർ, എങ്ങനെ എനിക്ക് എത്താൻ സാധിക്കും. ഓക്കെ, എനിക്ക് ഈ ഒരു കണ്ടന്റ് അറിയില്ല, ഈ ഒരു കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് നോക്കുക. ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത് ഒരു സാധനം പോലും. എന്താണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരു സാധനം കണക്ട് ചെയ്ത് വെച്ചില്ല, അതിനകത്തേക്ക് ഇതിനെ ഫില്ല് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ പാനിക്കാവും. എന്താണ് ഇത് എത്ര സ്ട്രോങ് ആയി പറഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും പാനിക്കാവും. അത് എന്തുകൊണ്ടാണ് അറിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു മനുഷ്യന്റെ ടെൻഡൻസിയാണത്. അത് ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ആണെങ്കിലും ലാസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ആണെങ്കിലും എത്ര ടോപ്പ് ആണെങ്കിലും അവന് പാനിക്കാവും. പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിലാണ് കാര്യങ്ങൾ. ഒരുപാട് പാനിക്കായാൽ നിങ്ങൾക്ക് ഇത് ഓർമ്മ കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് നിങ്ങൾ പാനിക്കാവും, നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ആവില്ലേ, മൈൻഡ് വൈറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാ പ്രശ്നം. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇസ് മോർ ആൻഡ് റിവിഷൻ ഇസ് മോർ. ഓക്കെ, അത് രണ്ടും ചെയ്താൽ മതി. ഒരുപാട് വായിക്കാൻ പോകാതെ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യുക, ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് മാത്രമേ നിങ്ങളുടെ UPSCക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, UPSCക്ക് അറിവ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ കഴിവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ആ കഴിവെന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശ്വേതയാണെങ്കിലും അജനിയാണെങ്കിലും അനീഷാണെങ്കിലും ആരാണെങ്കിലും വർഷയാണെങ്കിലും മറിയാണെങ്കിലും മിഥുനാണെങ്കിലും ഞാൻ ഒരു വയസ്സ് മുതൽ ഇത്രയും വയസ്സ് വരെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നോളജ് ഇല്ലേ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതാണ് എന്നെ ജീവിതം പഠിപ്പിച്ചൊരു പാഠം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് ഫിലിംസ്. അതല്ലാതെ മുകളിലേക്കൊന്നും അല്ല. നിങ്ങൾ പറയുന്നത് പോലെ സിസാറ്റ് ബുദ്ധിമുട്ടല്ല. സിസാറിന് ബുദ്ധിമുട്ടൊന്നും അല്ല. സിസാർ 66 മാർക്ക് വാങ്ങുന്നത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ UPSC ഇത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, UPSC ആൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണതല്ല, അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഹിസാർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് കൂടെ മാറ്റാം. ഓക്കെ, 30-35 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, 40 ക്വസ്റ്റ്യൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്, കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ്. ആൻഡ് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരുന്നു. രജ്പുത് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഭാഗം. ചോളാസിക് മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, രജ്പുത് ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രജ്പുത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. രജ്പുത്തിന്റെ മെയിൻ ലൊക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള രജ്പുത് ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈൻഡിൽ അപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് കിടക്കുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ടായിരിക്കും അല്ലെ. മെയിൻ ആയിട്ട് രജ്പുത്ത് നിൽക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ്. ഈ രജ്പുത്ത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡൈനാസ്റ്റിനെ കൂടി വിളിക്കുന്ന ഒരു പേരാണ്. ഓക്കെ, അതിനകത്ത് 32ഓളം ഡൈനാസ്റ്റികളുണ്ട്. പക്ഷെ എല്ലാ ഡൈനാസ്റ്റിയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് ചൗഹാൻസ് ഓഫ് അജ്മീർ. അജ്മീർ ആണ് അവരുടെ ക്യാപിറ്റൽ, ചൗഹാൻസ് ആണ് അവരുടെ പേരെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരമരാസ് ഓഫ് മാൾവ. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ചാളുക്യാസ് ഓഫ് ഗുജറാത്ത് അല്ലെങ്കിൽ സോളങ്കി രജ്പുത്ത് എന്ന് പറയും. അതിനടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ടൊമാർസ് ഓഫ് ഡൽഹി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഗഹഡവലാസ് ഓഫ് കലൂച്ച്. ഇത്രയും ഗ്രൂപ്പുകളാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജ്പുത്ത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിബിൾ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ഇപ്പൊ വിളിച്ചില്ലേ ചൗഹാൻസ് ഓഫ് അജ്മീർ. അപ്പൊ കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറഞ്ഞിട്ട് ചൗഹാൻസ് തരും, പെയർ 2 ഇവിടെ അജ്മീർ എന്ന് തരും. അത് ഒരു രീതിയിൽ ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡൈനാസ്റ്റിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സും. സോ ഞാൻ ഈ പറയുന്ന പേജിന് അപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഓക്കെ, ക്ലിയർ?
അതായത് ഒരുപാട് നിങ്ങൾ വായിച്ചു പോകണ്ട, ഞാൻ ഈ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് രജിപുത്ത് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്, നമുക്ക് അത്രയും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. എന്നാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ചൗഹാൻസ് ഓഫ് അജ്മീർ എന്നുള്ള പോർഷനാണ്. അതിന് മുൻപ് എങ്ങനെ രജിപുത്ത് ഡൈനാസ്റ്റി ഉണ്ടായി എന്നുള്ളതാണ്. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രജിപുത്ത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാർ, അല്ലെ? ഒരു വാറിന് താല്പര്യമുള്ള ഗ്രൂപ്പാണ്. അവരെങ്ങനെയാണ് ഈ വാറിന് താല്പര്യമുള്ള ഗ്രൂപ്പാണ് വാരിയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് അവിടുത്തെ ചോദ്യം. റീസൺ എന്ന് പറയുന്നത് ഇവരുടെ യുദ്ധത്തിന്റെ രീതി പോലും എവിടുന്നാ വന്നത്? ട്രൈപാർട്ടഡ് സ്ട്രഗിളിൽ നിന്നാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏകദേശം 32 രജിപുത്ത് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 80% രജിപുത്ത് ഗ്രൂപ്പുകളും ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. രാഷ്ട്രകൂട്ടാസിന്റെയും പ്രതിഹരാസിന്റെയും ഫ്യൂഡേറ്ററീസ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പുകളാണ് ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് എന്താ എന്നത് രജിപുത്ത് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയായിട്ട് ഫോം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ചൗഹാൻസ് ഓഫ് അജ്മീർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, ചൗഹാൻസ് ഈ പറയുന്ന പോലെ ചൗഹാൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ചൗമന അല്ലെങ്കിൽ ചൗഹാൻ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് മഹാരാജാതിരാജ എന്ന് പറഞ്ഞ ടേമിൽ വന്നിട്ടുള്ള സിംഹരാജ എന്ന് പറയുന്ന ഒരാളാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരാളെന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. അദ്ദേഹത്തിനെ റൈറ്റ് പിഥോറ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് പൃഥ്വിരാജ് ചൗഹാൻ ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം ഹിസ്റ്ററിയിൽ? ഓക്കെ, ശരിക്കും പൃഥ്വിരാജ് ചൗഹാൻ ഭരണത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ 13-14 വയസ്സിന്റെ സമയത്താണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നു, അതിനുശേഷം പൃഥ്വിരാജ് ചൗഹാൻ ഭരണത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇവര് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്ത് പ്രതിഹാരത്തിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ഈ സിംഹരാജ എന്ന് പറയുന്നത്. ലേറ്റർ സ്റ്റേജിലാണ് ഈ പറയുന്ന ഡൈനാസ്റ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഇവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അജ്മീർ ആണ് ഇവരുടെ ക്യാപിറ്റൽ. അതേപോലെ തന്നെ ശാകംബരി എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവരുടെ ക്യാപിറ്റലാണ്. 2 ക്യാപിറ്റൽ ഇവർക്കുണ്ട്. ഓക്കെ, ഇവരെ ചൗഹാൻസ് എന്നാണ് ഇവരുടെ പേരിന്റെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം 13ാമത്തെ വയസ്സിൽ വരുന്നു. പൃഥ്വിരാജ് ചൗഹാൻ ഈ പറയുന്നത് പോലെ തന്നെ 11ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് അച്ഛൻ മരിക്കുന്നു. 16 വയസ്സിലാണ് അദ്ദേഹം റൂൾ എന്ന ഇതിലേക്ക് വരുന്നത്. 13 വയസ്സ് മുതൽ മിനിസ്റ്ററുടെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റൂളിംഗ് സിസ്റ്റത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഈ ഒരു ഭാഗത്താണ്, അല്ലെ? സോ ഡെഫിനറ്റ് എന്തായിരിക്കാം, നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് അറ്റാക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് യുദ്ധമായിട്ട് വരുന്നത്. ദാറ്റ് ബാറ്റിൽ ഇസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഓക്കെ, മുഹമ്മദ് ഗോറി എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന രജപുത്ത് ഗ്രൂപ്പിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ്. രജപുത്ത് ഗ്രൂപ്പ് ഒരിക്കലും എന്തില്ല, ഒരുമിച്ച് കൂടെ നിൽക്കില്ല. അവരുടെ പ്രത്യേകത അതാ, അവർ യുണൈറ്റ് അല്ല. അതുകൊണ്ടാണ് ഈ രജപുത്ത് ഗ്രൂപ്പ് എപ്പോഴും തകർന്നു പോകാനുള്ള ടെൻഡൻസി കാണിച്ചത്. ഓക്കെ, അതിനകത്ത് ഒരാളുണ്ട്, ഗഹഡവലാസ് ഓഫ് കനൂജിലെ ജയചന്ദ്ര എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അദ്ദേഹം ഗഹഡവല ഡൈനാസിന്റെ അവസാനത്തെ റൂളറും പ്രധാനപ്പെട്ട റൂളറുമാണ്. അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സംയുക്തയും ഈ പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ പ്രേമത്തിലാവും. ഗഹഡവലാസ് ഓഫ് കനൂജിലെ സംയുക്തയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ പ്രേമത്തിലാവും. ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്ക് താല്പര്യമില്ല, പുള്ളിക്ക് താല്പര്യമില്ല ഈ പറഞ്ഞ കല്യാണം നടത്തി കൊടുക്കാൻ. പക്ഷെ സംയുക്തൻ അടിച്ചു മാറ്റാൻ പോവും, പൃഥ്വിരാജ് ചൗഹാൻ പോവും. ഓക്കെ, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ പറയുന്നത് ജയചന്ദ്രൻ ഇഷ്ടപ്പെടും, സ്വാഭാവികമാണല്ലോ. ഓക്കെ, പ്രേമത്തിനൊന്നും അന്നത്തെ കാലത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല, ഡെഫിനറ്റ് ആയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. പുള്ളി എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു വരുത്താൻ തീരുമാനിക്കും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയായിട്ട് യുദ്ധം നടത്തും പൃഥ്വിരാജ് ചൗഹാനായിട്ട്. ദാറ്റ് ബാറ്റിൽ ഇസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് ടെറൈൻ. 1191 ഏരിയയിലാണ് ആദ്യത്തെ ബാറ്റിൽ നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ബാറ്റില് അക്കോർഡിംഗ് ടു ഹിസ്റ്ററി അവിടെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിലിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പൃഥ്വിരാജ് രാസോ എന്ന് പറയുന്ന ഒരു ബുക്കില്. അത് അദ്ദേഹത്തിന്റെ കോർട്ട് പോയിട്ടായിട്ടുള്ള ചാന്ദ് ബർദായി ആണ് അത് എഴുതുന്നത്. ചാന്ദ് ബർദായി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ചാന്ദ് ബർദായി എന്ന് പറയുന്നത്. കോർട്ട് പോയിന്റുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ചാന്ദ് ബർദായി. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ ചാന്ദ് ബർദായി പറയുന്നുണ്ട് ആദ്യത്തെ വാറില് ഈ പറയുന്ന മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയും തിരിഞ്ഞോടുകയും ചെയ്യും. അക്കോർഡിംഗ് ടു ഹിന്ദു മെത്തോളജി തിരിഞ്ഞോടുന്ന ഒരാളെ, യുദ്ധത്തിൽ തിരിഞ്ഞോടിയ ഒരാളെ കൊല്ലാൻ പാടില്ല, അദ്ദേഹത്തിനെ കൊല്ലില്ല. ഓക്കെ, സെക്കൻഡ് ബാറ്റിൽ നടക്കുന്നത് മുഹമ്മദ് ഗോറി കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു, അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു. ഓക്കെ, സെക്കൻഡ് ബാറ്റിൽ ശരിക്കും നടക്കുന്നത് ആ ഒരു ബുക്കിൽ പറഞ്ഞൊരു കാര്യം, ചാന്ദ് ബർദായിന്റെ പൃഥ്വിരാജ് രാസുവിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ചെറിയൊരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് വരുന്നത്, രാത്രി യുദ്ധം ചെയ്യാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, മഹാഭാരത യുദ്ധങ്ങളൊക്കെ രാത്രി ചെയ്തിട്ട് പരാജയപ്പെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾ മലയാള ലിറ്ററേച്ചർ പഠിച്ച ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ? ഓക്കെ, രാത്രി കാലങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. രാത്രി കാലങ്ങളിൽ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുന്നു? പൃഥ്വിരാജ് ചൗഹാനെ
പരാജയപ്പെടുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ. ഓക്കെ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് ജീവനോട് കൂടി ചൂഴ്ന്നെടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പൊ ചാന്ദ് ബർദായി ആ സമയത്ത് കൂടെയുണ്ട്. ചാന്ദ് ബർദായി മുഹമ്മദ് ഖുരി വളരെ ദേഷ്യത്തിലാണ്, അതിനെ കൊല്ലണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ ചാന്ദ് ബർദായി പറയും, എന്റെ രാജാവിന് വളരെ കഴിവുകളുണ്ട്, എന്റെ രാജ്യം വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്, ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അമ്പെഴുത ആളെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയും. കാരണം ഓൾറെഡി കണ്ണിന്റെ കാഴ്ച പോയല്ലോ. ആ സമയത്ത് മുഹമ്മദ് ഖുരി അത്ര വലിയ കഴിവുള്ളവനാണ് നോക്കട്ടെ എന്ന് പറയും. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഒരു ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കും. ഓക്കെ, ആ സമയത്ത് രണ്ട് കഥ പറയുന്നുണ്ട്. മുഹമ്മദ് ഖുറി ആണ് ആ സമയത്ത് മരിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും മുഹമ്മദ് ഖുറി അല്ല. മുഹമ്മദ് ഖുറിന്റെ ഒരു കമാൻഡർ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് ഒരു ബെല്ലടിച്ച ബെല്ലിനുള്ളിലേക്ക് അമ്പ് ചെയ്യാൻ പറയും. ആ സാധനം അപ്പൊ ടപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബെല്ലിലേക്ക് കമ്പയർ ചെയ്യണം. കാരണം ബെല്ലടിക്കുന്ന സമയത്താണല്ലോ ടപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്ന ആളെ എന്തിലേക്ക് സംഖ്യയിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ അമ്പ് ചെയ്ത് വീഴ്ത്തും. ശരിക്കും ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മുഹമ്മദ് ഖുറിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമാൻഡർ ആ സമയത്ത് മരിക്കുന്നതെന്നാണ്. അത് കണ്ട് പുള്ളി പേടിച്ചു പോകും. ആ സമയത്ത് തല വെട്ടിക്കളയുന്നതാണ് കഥ പറയുന്നത്. ഓക്കെ, ഇതൊരു കഥയാണ്. ഇതൊന്നും നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഓഫ് ഓർത്തിരിക്കേണ്ട. എക്സാമിനേഷൻ പോലെ ഓഫ് ഓർത്തിരിക്കുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ടെറൈൻ, പൃഥ്വിരാജ് ചൗഹാൻ, ആൻഡ് തേർഡ് തിങ് ഇസ് എന്താണ്, ചാന്ദ് ബർദായി. ചാന്ദ് ബർദായി എന്ത് ചെയ്യുന്നത്, പൃഥ്വിരാജ് രാസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇത് ക്ലിയർ ആണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് വളരെ ചെറിയ പോർഷൻ ആണ്. ഓക്കെ, ഫൈൻ, എവരിവൺ ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് ആണ്. ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് ഫേമസ് ആവുന്നത് യുദ്ധം കൊണ്ടല്ല. ഓക്കെ, അവർ യുദ്ധം കൊണ്ടല്ല ഫേമസ് ആവുന്നത്, അവർ ആർക്കിടെക്ചർ കൊണ്ടാണ് ഫേമസ് ആവുന്നത്. ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് വരുന്നത്, അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നിനുക്ക എന്ന് പറയുന്ന ആളാണ്. നെനുക്ക. ഓക്കെ, അദ്ദേഹമാണ് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ബുണ്ടേൽഖണ്ഡ് ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവർ എന്തുകൊണ്ട് ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഖജുരാഹോ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ ഫേമസ്. മധ്യപ്രദേശിലെ ഖജുരാഹോ ടെമ്പിൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അത് വരുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ്. ഈ ഖജുരാഹോ ടെമ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് റിലീജിയൻ ഇവിടെ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എനിവൺ ആർക്കെങ്കിലും അറിയാമോ? രണ്ട് പ്രധാനപ്പെട്ട റിലീജിയൻ ആണ് ഈ ഖജുരാഹോ ടെമ്പിളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹിന്ദുയിസം ആൻഡ് ജൈനിസം. രണ്ട് ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് എന്ന് പറയുന്നത് ഫ്യൂഡറ്ററീസ് ഓഫ് ഗുജറാത്ത് പ്രതിഹാരാസ് ആണ്. സോ ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പോലും എന്താണ്, ഈ പറയുന്ന രീതിയിൽ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പൊ നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ, എസ്പെഷ്യലി ഖജുര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ഈ ചണ്ഡേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് ആണ്. നാളെ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഭാഗം ജൈനിസത്തിനും അതേപോലെ തന്നെ എന്താണ്, എന്തിനും പ്രാധാന്യമുണ്ട്, ഈ പറയുന്ന ഹിന്ദുയിസത്തിനും പ്രാധാന്യമുള്ള ടെമ്പിൾ ആണ്. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട ടെമ്പിൾ ലക്ഷ്മണ ടെമ്പിൾ, വൈഷ്ണവ ടെമ്പിൾ, കാന്തരിയ മഹാദേവ ടെമ്പിൾ ഒക്കെ ഈ ടെമ്പിൾ കോംപ്ലക്സിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ടെമ്പിളുകളാണ്. ഓക്കെ, ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. 1986 വരുന്നത്. വിന്ധ്യ മൗണ്ടെയിൻസിന്റെ തീരത്താണ് ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോറി, വിന്ധ്യ മൗണ്ടെയിൻസ് റേഞ്ചിന്റെ ആ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇറോട്ടിക് കൾച്ചറിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, അതായത് ഈ ലൈഫ് സൈക്കിളിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഖജുരാഹോ ടെമ്പിൾ ശരിക്കും പറയുകയാണെങ്കിൽ അൽബറൂണി അതേപോലെ ഇബ്നു ബത്തൂത്ത അവരുടെ ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ശിവശക്തി കൾട്ടുകളുടെ റെപ്രസെന്റേഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗ്യങ്ങളാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഖജുരാഹോ ടെമ്പിളിനെ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ ഓർത്താൽ മതി. ഇവരുടെ മെയിൻ ഫോക്കസ് ചണ്ഡേല ഡൈനാസ്റ്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വൈഷ്ണവിസവും ജൈനിസവും ശൈവിസവും തന്നെയാണ്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, ഇതിനെ തൊട്ടടുത്താണ് നിങ്ങൾ കേട്ടിട്ടുള്ള പന്ന ബയോസ്ഫിയർ റിസർച്ച് വരുന്നത്. എൻവയോൺമെന്റ് സാറ് നിങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇന്ത്യ മൗണ്ടെയിൻസ് റേഞ്ചിന്റെ നോർത്തേൺ പാർട്ടിന്റെ മധ്യപ്രദേശിന്റെ ഭാഗത്താണ് അത് വരുന്നത്. ഈ പന്നയിൽ കൂടെ ആണ് വരുന്നത് കെൻ റിവർ വരുന്നത്. കെൻ ബെട്വ ഇന്റർലിങ്കിങ് പ്രൊജക്ട് വരുന്ന ഒരു ഭാഗം അവിടെയാണ്. അതുകൊണ്ട് തന്നെ പന്ന ബയോസ്ഫിയർ റിസർച്ചിന് എന്താണ്, ഫ്ലഡഡ് ആവാനുള്ള സാധ്യതകൾ പലതും ഉണ്ട് എന്ന് പറഞ്ഞ് ന്യൂസിലുണ്ടായിരുന്നു. പന്ന നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. യമനിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, പന്ന എന്തുകൊണ്ട് ഫേമസ് ആവുന്ന വെച്ചാൽ പന്ന മറ്റൊരു കാര്യത്തിൽ കൂടി ഫേമസ് ആണ്. പന്ന ഡയമണ്ട് മൈനിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. ആൻഡ് മധ്യപ്രദേശ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ദി ടൈഗേഴ്സ്. സോ ഗവൺമെന്റ് എപ്പോഴും പാനിക് ആണ് ആ ഒരു ഭാഗത്ത്. എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോബ്ലം വരിക, ബിക്കോസ് ബയോഡൈവേഴ്സിറ്റിക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാൻ ടോപ്പിക്ക് മാറി വീണ്ടും ബയോഡൈവേഴ്സിറ്റിക്ക് വന്നു. ബാക്ക് ടു ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് കണക്ഷൻ മനസ്സിലായല്ലോ.
അത് ഞാൻ ഭാഗം പറഞ്ഞുള്ളൂ, കറണ്ട് അഫയറായിട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും അതിന് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന പന്ന അല്ലെങ്കിൽ കെൻബെട്ട്വാ റിവർ ലിങ്ക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, സാറ് എന്നോട് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. സാർ പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ? ഓക്കെ, ലീഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ടെമ്പിൾ അവരുടെ ഭാഗത്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണത്. MP തന്നെയാണ് ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് സർവീസുകാരുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഒന്ന് MP ആണ്, മധ്യപ്രദേശാണ്. രണ്ടാമത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, രണ്ട് ഏരിയയിലാണ് ഫോറസ്റ്റ് സർവീസിന് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുന്നത്, ബിക്കോസ് ഫോറസ്റ്റ് ഏരിയ ഉള്ളത് കൊണ്ട്. പക്ഷേ കാഡർ ബേസിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ പറ്റാം വിട്ടു. ഞാൻ കൂടി തിരിച്ചു വന്നു. ഓക്കെ, രജ്പുത്ത് ഡൈനാസിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് പരമരാസ് ഓഫ് മാൾവ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ദർ ആൾസോ ഇമ്പോർട്ടന്റ് ബിക്കോസ് മാൾവയാണ് അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. രാജസ്ഥാന്റെ പോർഷൻ ആണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രകൂട്ടാസിന്റെ ഫ്യൂഡറ്ററീസ് ആണ്. ഓക്കെ, ഫ്യൂഡറ്ററീസ് എന്തിനാണ് നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവർ മെയിൻ ആയിട്ട് ഷൈവേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. മൗണ്ട് അബു കേട്ടിട്ടില്ലേ? മൗണ്ട് അബു രാജസ്ഥാനല്ലേ? അത് ഇവരുടെ മെയിൻ ലൊക്കേഷൻ ആണ്. ഇവരുടെ ക്യാപിറ്റൽ പ്ലേസും കൂടിയാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്, പരമരാസ് ഓഫ് മാൾവ. ഈ പരമരാസ് ഓഫ് മാൾവയിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഭോജ. ഇതാണ് കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യനിൽ ചോദിച്ച ഭോജ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരാളെ പേരും കൂടി പറഞ്ഞു തന്നു, മിഹിർ ഭോജ. ഓർമ്മയുണ്ടോ? ആദി വരാഹ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഈസ് ഫ്രം വിച്ച് ഡൈനാസ്റ്റി? ഗുജറാത്ത് പ്രതിഹാര ഡൈനാസ്റ്റി. ദിസ് ഭോജ ഈസ് ഫ്രം ഏതാണ്? പരമരാസ് ഓഫ് മാൾവയിലുള്ള പ്രധാനപ്പെട്ട റൂളറാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവര് ലേറ്റർ ചാളുക്യസിനൊക്കെ പരാജയപ്പെടുത്തുന്നുണ്ട്. ആ ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടിയാണ് അവര്. ഭോജ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ രാജേന്ദ്ര ചോളയായിട്ടും അതേപോലെ തന്നെ ഗംഗേദേവ കലച്ചുരി ഡൈനാസ്റ്റിയായിട്ടൊക്കെ കണക്ഷനൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ചാളുക്യസിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നിങ്ങൾ എക്സാമിനേഷൻ പോയപ്പോൾ ഓർത്തിരിക്കേണ്ട, ഇതൊന്നും ചോദിക്കില്ല. എന്തുകൊണ്ട് ഭോജ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോജ ഇസ് എ പവർഫുൾ റൂളർ. അതുകൊണ്ടാണ് ഭോജനെ ചോദിച്ചത്. വേറെ ആളെ ചോദിച്ചില്ല. നിനുക്ക ചോദിച്ചു. നിനുക്ക ഇസ് എ ഫൗണ്ടർ ഓഫ് ദി ബുണ്ടൽഖണ്ഡ് ഡൈനാസ്റ്റി. സോറി, ഈ പറഞ്ഞ പോലെ അതെ, ബുണ്ടൽഖണ്ഡിലെ ഡൈനാസ്റ്റിയിലെ ഫേമസ് ചണ്ഡലാസ് ഓഫ് ബുണ്ടൽഖണ്ഡിലെ. അപ്പോൾ അതേപോലുള്ള സാധനങ്ങൾ മാത്രം UPSC ഭാഗത്ത് ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചാളൂക്യാസ് ഓഫ് ഗുജറാത്ത് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ ചാളൂക്യാസ് ഓഫ് ഗുജറാത്തിനെയാണ് എന്ന് പറയുന്നത് സോളങ്കി രജ്പുത്ത് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. ചാളുക്യ ഡൈനാസ്റ്റി ഓഫ് ബദമിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവര് വിട്ടുമാറിയിട്ട് എന്ത് വരുന്നത്? ചാളുക്യ എന്ന് പറയുന്ന സെപ്പറേറ്റ് എംപയർ ആയിട്ട് വരും. ഓക്കെ, ഇവരെ സോളങ്കി രജ്പുത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള റൂളറാണ്. ഇവരുടെ ബേസ് എന്ന് പറയുന്നത് ചാളൂക്യാസ് തന്നെയാണ്. ഭാഗം ഗുജറാത്ത് കത്തയോവ റീജൻ ഭാഗത്താണ്. 950 മുതൽ 1300 വരെ ഈ കാലഘട്ടത്തിൽ ഇവർ ഭരിച്ചിട്ടുണ്ട് ഏകദേശം. സോ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ ഈ ഭാഗത്ത്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അനഹിലിവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തുകൊണ്ട് ഇവർ ഇമ്പോർട്ടന്റ് ആണ്? ഞാൻ നേരത്തെ പറഞ്ഞ ചണ്ഡലാസ് ഓഫ് ബുണ്ടൽഖണ്ഡ് പറഞ്ഞില്ലേ, ഇവര് വാറിന്റെ ഫേമസിന് അപ്പുറത്തേക്ക് ഇവരുടെ ഫേമസ് എന്ന് പറയുന്നത് ഇവര് ആർക്കിടെക്ചറിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്നാൽ ഇവർ വാറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്യുന്നത്? ഗുജറാത്തിൽ എത്തുന്നതും അവിടെ നിന്ന് സോമനാഥ് ടെമ്പിളിൽ നിന്ന് സാധനങ്ങളൊക്കെ തിരിച്ചു പോകുന്നതൊക്കെ. ഓക്കെ, സോ ഭീമ 1 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റൂളർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഭീമ 1 ഇസ് എ സ്ട്രോങ് റൂളർ. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സൺ ടെമ്പിൾ കണ്ടിട്ടുണ്ടോ? മൊധേര സൺ ടെമ്പിൾ. ഈ ഭാഗത്ത് ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ള സൺ ടെമ്പിൾ ആണ് മൊധേര സൺ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ മൊധേര സൺ ടെമ്പിൾ കൺസെപ്റ്റ് ചെയ്തത് ഭീമ 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട്, ഉദയമതി എന്നാണ് പേര്. റാണി കി വാവ് എന്ന് പറയുന്ന ക്യൂൻ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഇസ് വൺ, റാണി കി വാവ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതൊരു നോട്ടിന്റെ പിന്നിൽ റാണി കി വാവ് ഉണ്ട്. ഏതാണ് അത്? എത്ര നോട്ടിന്റെ പിന്നിലാണ് റാണി കി വരുന്നത്? ഇരുന്നൂറിന്റെ ആണോ? കൺഫേം? 100ന്റെ പിന്നിലാണ് റാണി കി വാവ് വരുന്നത്. അതിന് പിന്നിലാണ് റാണി കി വാവ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് അതും കൂടി നിങ്ങൾ എഴുതിയെടുത്തോ. 10, 20, 50, 100, 200, അതേപോലെ 500, 2000 നിങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് 2000 എന്താ വരുന്നത്, മംഗളയാണ്. അത് വിട്ടേക്കും. ബാക്കിയുള്ളതിന്റെ നോട്ടിന്റെ പിന്നിലുള്ള ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. സബ് ടു യു. പഠിക്കണം, പക്ഷെ ചോദിക്കും, എപ്പോഴെങ്കിലും ചോദിക്കും. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.
റാണിക്കോ ഇസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഓൾസോ. അപ്പൊ അത് അവരുടെ സമയത്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭീമ 1ന്റെ കമാൻഡർ ആയിരുന്ന ഒരാളുണ്ട്, വിമൽ ഷാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വിമൽ ഷാ ആണ് പേര്. 1931 ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഭീമ 1ന്റെ മിനിസ്റ്റർ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടെമ്പിൾ ഇസ് നോൺ ആസ് വിമൽ ഷാഹി ടെമ്പിൾ. വിമൽ ഷാഹി ടെമ്പിൾ എന്ന് പറയുന്നത് ജൈനിസം ടെമ്പിൾ ആണ്. ഓക്കെ, ജൈനിസത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരായിട്ടുള്ള ഋഷഭദേവയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ആ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഭീമ 1ന്റെ കാര്യവും റാണി കി വാവിന്റെ കാര്യവും വിമൽ ഷാന്റെ കാര്യം ക്ലിയർ ആണോ? അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ഹിയർ. ഓൾസോ ആർക്കിടെക്ചറിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സോളങ്കി ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ദാറ്റ് ആർക്കിടെക്ചർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷന് ചോദിക്കും. ഓക്കെ, കാരണം അവിടെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് വെല്ലില്ലേ, ഈ സ്റ്റെപ്പ് വെല്ലിന് ഇതിന് ഒരു പേര് പറയും, സൂര്യകുണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ രാംകുണ്ട് എന്നാണ് എന്നെ പറയാം. രണ്ടും പേര് പറയും. കുളം ഇല്ലേ, അതിന് അങ്ങനത്തെ ഒരു പേരും കൂടി പറയാറുണ്ട് സ്വതവേ. ഓക്കെ, ഒരു സെക്കൻഡേ, ഒരു ഫോൺ വരുന്നു. ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഞാൻ നേരെ പറഞ്ഞു. അതിനുശേഷം എന്ത് വരുന്നു, ഭീമ 2 വരുന്നു. ഈ പറയുന്ന പോലെ അദ്ദേഹം മുഹമ്മദ് ഗോറിനെ ഒപ്പോസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ലേറ്റർ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ 1995 ആർമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുത്തഖ്ബുദ്ദീൻ ഹൈബക്ക് ഈ ഗോറിന്റെ ഡെപ്യൂട്ടി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ യുദ്ധം ചെയ്യുന്നു. ഭീമ 2 അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നു. അതുകൊണ്ട് അഭിനവ് സിദ്ധരാജ് എന്നൊക്കെ ഭീമ 2 പേരൊക്കെ വരുന്നുണ്ട്. ഭീമ 1 അല്ല, ഭീമ 2 അടുത്ത് വരുന്നതാണ്. പക്ഷേ അത് നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഓഫ് ഓർത്തിരിക്കണ്ട. അതൊന്നും അങ്ങനെ ഒന്നും ഡീപ്പായിട്ട് ചോദിക്കില്ല. പക്ഷെ ഓർത്തിരിക്കേണ്ട കാരണം സോളങ്കി അത്യാവശ്യം സ്ട്രോങ് ആണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. മുഹമ്മദ് ഗോറിനെ ഓപ്പോസ് ചെയ്തിട്ടുണ്ട്, മുത്തഖ്ബുദ്ദീൻ ഹൈബക്കിനെയും ഓപ്പോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു ധാരണ മാത്രം മതി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൊമാർസ് ഓഫ് ഡൽഹിയാണ്. അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹരിയാന ഭാഗത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഇപ്പൊ കാണുന്ന യൂണിയൻ ടെറിട്ടറി ഡൽഹി പോർഷൻ ഇല്ലേ, ഓക്കെ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ പേര് എന്ന് പറയുന്നത് ദില്ലിക എന്ന് പറയുന്നതായിരുന്നു. ഡൽഹി ക്യാപിറ്റൽ ആയിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൊമാർസ് ഓഫ് ഡൽഹിയാണ്. എക്സാമിനേഷൻ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു പ്രതിഹരാസിന്റെ ഫ്യൂഡേറ്ററീസ് ആണ്. ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ ഡൽഹി ക്യാപിറ്റൽ ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീർ ടൊമാർസ് ആണ്, രജ്പുത് ടൊമാർസ് ആണ്. ക്ലിയർ? ഞാൻ പറഞ്ഞ ഭാഗം ഓക്കെ ആണോ? അത് മാത്രം നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഇവിടെ ഓർത്തിരുന്നാൽ മതി, അല്ലാതെ ഡീറ്റെയിലിംഗിലേക്ക് ചോദിക്കില്ല നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഗ്രൂപ്പാണ്. എസ്പെഷ്യലി വാട്ടർ ടാങ്ക്, വാട്ടർ വർക്ക്സ്, സൂരജ്, അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇവരുടെ കാര്യത്താണ്. ഓക്കെ, അവിടെ ടൊമാസിന്റെ കിങ് എന്ന് പറയുന്നത് സൂരജ് പാല എന്ന് പറയുന്ന ഒരാളാണ്. ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് വേണമെന്നുണ്ടെങ്കിൽ റിവിഷൻ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. ഓക്കെ, കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. മെയിൻ ഫോക്കസ് ഇസ് ഓൺ ദില്ലിക്ക. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത ഭാഗം ഞാൻ ഇവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഗഡ്വാലാസ് ഓഫ് കനൂജ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, അവരുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കനൂജിന്റെ ഭാഗത്താണ്. ദർ ക്യാപിറ്റൽ ഇസ് കനൂജ്. ഓക്കെ, ഇവരെ സൂര്യവംശി ക്ഷത്രിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും നമ്മളെ പല സ്ഥലത്തും ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ടേം പറയും, സൂര്യവംശം എന്നുള്ള ടേം പറയും. ഓക്കെ, അതായത്
രാത്തോർ ക്ലാനിലെ ഒരു ഗ്രൂപ്പാണ് അവരുടേതായിട്ടുള്ള ക്ഷത്രിയ ക്ലാനിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഗെറ്റിംഗ് ദാറ്റ് ദേ ആർ സോ മച്ച് പവർഫുൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ചൗഹാൻ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് എന്നുള്ളത്. സെയിം രജപൂത് ക്ലാൻ ആണെങ്കിലും ഇവർ സൂര്യവംശി ക്ഷത്രാസ് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് സംയുക്തനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും യുദ്ധം ചെയ്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കാം, ഭയങ്കര കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാസ്റ്റ് സിസ്റ്റത്തിനുള്ളിൽ, അതായത് ഈ രജപൂത് ക്ലാന്റെ ഉള്ളിൽ തന്നെ കാസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ഈ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ചന്ദ്രദേവ് ആണ് ഇതിന്റെ ഫൗണ്ടർ. ഈ പറയുന്ന ഗഹഡവാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആള് കനൗജില്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബനാറസ് ആണ്. ഓക്കെ, പിന്നെ ഇതിലെ ഫേമസ് ആയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ജയചന്ദ്രയാണ്. ജയചന്ദ്ര ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ജയചന്ദ്രന്റെ മകളാണ് സംയുക്ത എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൺഫ്ലിക്ട് എന്നൊരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാനും സംയുക്തയും തമ്മിലുള്ള പ്രേമം അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒളിച്ചോടുന്നു. പക്ഷേ ലിറ്ററലി മുഹമ്മദ് ഗോറി വരുന്നു. ആരെ പരാജയപ്പെടുത്തുന്നു? പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നു. മുഹമ്മദ് ഗോറി വന്നു, സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹം വെറുതെ ഇരിക്കുവോ? പിന്നെ ഈ മകളെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ള ആളെ സഹായിക്കാൻ വേണ്ടി ഈ മുഹമ്മദ് ഗോറി വരും തോന്നുന്നുണ്ടോ? അത് രണ്ടാമത്തെ അറ്റാക്ക് എവിടെയായിരിക്കും? ഈ പറഞ്ഞ ജയചന്ദ്രയായിട്ടായിരിക്കും. ആ ബാറ്റിൽ വരും. ബാറ്റിൽ ബാറ്റിൽ ഓഫ് ചട്ടേവാർ, ഫിറോസാബാദിൽ വെച്ച് അടുത്ത ബാറ്റിൽ വരുന്നു. ഓക്കെ, ആര് പരാജയപ്പെടും? ഡെഫിനറ്റ്ലി ആര് പരാജയപ്പെടും? ജയചന്ദ്ര പരാജയപ്പെടുന്നു. ഈ ഡൈനാസ്റ്റി ഗ്രാജുവലി ഇല്ലാതാവും. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് രജപുത്ത് ഡൈനാസ്റ്റീസ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഭാഗം രാജാക്കന്മാരും അവരുടെ ഡൈനാസ്റ്റിയും, രണ്ടാമത്തത് ക്യാപിറ്റലും അവരുടെ ഡൈനാസ്റ്റിയും, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഫേമസ് ആയിട്ട് എന്ന് പറഞ്ഞ ഭാഗങ്ങളില്ലേ, അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അടുത്ത് ചോദിക്കാൻ സാധ്യത വളരെ കുറവുള്ളതാണ് സോഷ്യൽ സിസ്റ്റം ഓഫ് ദി രജപൂത് ഡൈനാസ്റ്റി. ഓർത്തിരുന്നാൽ മതി, സംതിങ് ഇസ് ഡീഗ്രേഡഡ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂഡൽ സിസ്റ്റം ആണ് അവിടെ മെയിനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഹയർ ക്ലാസ്സും ലോവർ ക്ലാസ്സസും തമ്മിൽ നല്ലപോലെ ഡിസ്പാരിറ്റി ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു അത്. ബിക്കോസ് രണ്ടുപേരും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാമായിരുന്നു. പണക്കാർ ഭയങ്കര ഹൈ ലെവലിലും പാവപ്പെട്ടവർ ഭയങ്കരമായിട്ടുള്ള ലോ ലെവലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരുന്ന മതി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം അവര് വലിയ വലിയ മാളികകളൊക്കെ താമസിക്കുമ്പോൾ ലോവർ സ്റ്റാർട്ടറിലുള്ള ആൾക്കാർ എന്താണ്, അങ്ങനെ ആയിരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, ജനങ്ങൾക്ക് രജപുത്ത് റൂളിനോട് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് ജനങ്ങൾ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന ഡൈനാസ്റ്റി ആളുകൾക്ക് ഒരു ട്രെയിൻ ഓഫ് സെർവൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈ ലാൻഡ് റവന്യൂ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെസൻസ് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ടാക്സസ് മൂലം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം ഭയങ്കര ഡോമിനന്റ് ആയിരുന്നു. രജപുത്ത് എന്ന് പറയുന്ന ഒരു പുതിയ കാസ്റ്റ് ആ കാലഘട്ടത്തിൽ വന്നു. രജപുത്ത് കാസ്റ്റ് ഇസ് സിമിലർ ടു ക്ഷത്രിയ. ഓക്കെ, അവരായിരുന്നു ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. ഡെഫിനറ്റ്ലി സൊസൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, കണ്ടീഷൻ ഓഫ് വുമൺ. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവിടെ ഡിനൈഡ് ദി റൈറ്റ് ഓഫ് ദി സ്റ്റഡി ഓഫ് വേദ പഠിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഹയർ ക്ലാസ് ഫാമിലിയിലെ വുമൻസിന് എന്തുണ്ട്, എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ലോവർ കാസ്റ്റിൽ അത് ഉണ്ടായിരുന്നില്ല. അതേപോലെ ഒരു കോൺസെപ്റ്റ് ആണ് സതി പ്രാന്ത എന്ന് പറയും. എന്താ ഉദ്ദേശിക്കുന്നത്, സതി പ്രാക്ടീസസ്. ആ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനാണെന്ന് പറയുന്നത് ജോഹാർ സെറിമണി എന്ന് പറയുന്നത്. ഓക്കെ, പത്മാവത് സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ? പത്മാവത്, അതിനകത്ത് അലാവുദ്ദീൻ ഖൽജി വരുമ്പോൾ മാസായിട്ട് അവരാൾക്കാരെ സതി പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? അപ്പൊ അത് ഇവിടെ ഒരു ബന്ധമല്ല ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് രജപുത്ത് ക്ലാൻ. നമുക്ക് അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. മാലിക് മുഹമ്മദ് ജേഴ്സിലെ പത്മാവത് എന്താ ഞാൻ അപ്പൊ പറഞ്ഞുതരാം, ഇപ്പൊ പറയുന്നില്ല. ബിക്കോസ് അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, സോ ആ ഒരു സെറിമണി ഉണ്ട്. പർദ സിസ്റ്റം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാം പോപ്പുലേഷൻ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. സ്വയംവര എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വേഗമായിട്ടായിരുന്നു. റോയൽ ഫാമിലിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകളോട് കമ്പാരിറ്റീവ്ലി താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല. ഒരു ബേർഡനായിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏർലി മാരേജ് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇൻഫാന്റിസൈഡും സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ഭാഗം രാജസ്ഥാൻ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാജസ്ഥാൻ ഹരിയാന ഭാഗത്താണ് പ്രൈം മിനിസ്റ്റർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീം തുടങ്ങിയ പോലും ഹരിയാന സെലക്ട് ചെയ്തത്. ശ്രദ്ധിച്ചോ നിങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത്? ഓക്കെ, ഹിസ്റ്റോറിക്കലി ആ ഭാഗത്ത് ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഔട്ട് ഓഫ് ദി റെക്കോർഡാണ് പറയുന്നത്. ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഈ പറയുന്നത് പോലെ. റീസെന്റ് കുറച്ച് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഡബ്ബയില്ലേ, നമ്മുടെ ക്യാൻ പോലത്തെ സാധനം, അതിനകത്ത് മുക്കി വെച്ച് അത് അടച്ചു കളയായിരുന്നു അവിടെ ചെറിയ കുട്ടികളെ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഏതോ ഗ്രാമത്തിൽ. അതും ഈ പറയുന്ന ലൊക്കേഷനിൽ ഏതൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല.
എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. ഓക്കെ, അത് രണ്ടും ആർട്ടിക്കിളുകൾ വായിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കാം. ഓക്കെ, ഞാൻ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻസ് വരുമ്പോൾ നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണല്ലോ ഏതൊക്കെയാണ് ഖജുരാഹോ ടെമ്പിൾ, അതേപോലെ തന്നെ മൊദേരാസൻ ടെമ്പിൾ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ്. നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് പറയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു രണ്ടിന്റെ എക്സാമ്പിൾ എന്താണെന്നത്. അത് കൂടാതെ ഒരുപാട് ഫോർട്ടുകൾ വരുന്നുണ്ട്. ചിറ്റൂർ ഫോർട്ട്, മണ്ടൂർ ഫോർട്ട്, ജോധ്പൂർ ഫോർട്ട്, ഗുളിയ ഫോർട്ട്. നിങ്ങൾ രാജസ്ഥാനിലേക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ഫോർട്ടാണ് വിസിറ്റ് ചെയ്യുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, അവരുടെ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊണാർക്ക് സൺ ടെമ്പിളിന്റെ ഭാഗം കൂടി പറഞ്ഞു, ലിംഗരാജ ടെമ്പിൾ ഭുവനേശ്വർ ഭാഗത്ത്. അത് ഈ പറയുന്നത് പോലെ തന്നെ ആ ടെമ്പിൾ ആർക്കിടെക്ചറും ഞാൻ പറഞ്ഞില്ലേ 32 ഡൈനാസ്റ്റീസ് ഉണ്ട്. അതിലൊരു ഡൈനാസ്റ്റിയാണ് അത് വരുന്നത്. ഞാൻ അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഖജുരാഹോ ടെമ്പിൾ, കണ്ഡര മഹാദേവ് ടെമ്പിൾ വരുന്നുണ്ട്, ഒക്കെ നമുക്കറിയാം. ജൈൻ ടെമ്പിൾ, തിരുവാര ടെമ്പിൾ, മൗണ്ട് അബു, ഇതൊക്കെ ഇവരുടെ കാലഘട്ടത്തിലുള്ള ടെമ്പിളുകളാണ്. മെയിൻ ഹിസ്റ്റോറിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഒന്ന് കൽഹാനെ രാജതരംഗിണി, രജപുത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശാന്തപർദായ്, പൃഥ്വിരാജ് രാസു. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കണം. എന്തുകൊണ്ട് ഈ ഡൈനാസ്റ്റി ഡിക്ലൈൻ ആയി എന്നുള്ള അടുത്തൊരു ഫേസ് എന്തായിരിക്കാം മെയിൻ കാരണം? ലാക്ക് ഓഫ് യൂണിറ്റി അമംഗ് ദി രജപൂത്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിയാണ് വരും. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന യൂണിറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? എന്താണ് ഈ പറയുന്ന പോലെ വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് അറ്റാക്ക് വരുന്ന സമയത്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് അറ്റാക്ക് വരുമോ? ഇല്ല. എന്തായിരിക്കും? ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി സെറ്റപ്പ് ആണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ബെറ്റർ ഓർഗനൈസേഷൻ, ഏബിൾ ലീഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇൻവേഷനിൽ വരുന്ന മുസ്ലിം കിങ്സ് എന്താണ് വളരെ സ്ട്രോങ് ആയിരുന്നു. ദേ ഹാവ് ദ പവർഫുൾ സെറ്റപ്പ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഡ്യൂലി ഫൈറ്റിംഗ് വിത്ത് റെസ്ട്രിക്റ്റഡ് ജസ്റ്റ് വൺ, ബിക്കോസ് ക്ഷത്രിയാസിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആണ്. ഞാൻ പറയുന്നത് സൂര്യവംശം, അതേപോലെ ഈ പറയുന്നത് പോലത്തെ ചൗഹാൻസ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് വരും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഇഷ്യൂസ് ആണ്. അപ്പോൾ ആർമി ഓട്ടോമാറ്റിക്കലി അവസാനിക്കും. അടുത്ത ലാസ്റ്റ് സാർ എന്താണ്? സോഷ്യൽ സ്ട്രക്ചർ ഓക്കെ ആണോ? അല്ല, സോഷ്യൽ സ്ട്രക്ചർ ഓക്കെ അല്ല. ജനങ്ങൾ ഭയങ്കര വീക്കായിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്നത്. ഇപ്പൊ ജനങ്ങൾക്ക് എന്താ ഇവർ ഭരിക്കണം നിർബന്ധം ഉണ്ടാവും? ഇല്ല. ഇപ്പൊ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യോ ഈ പറഞ്ഞ ഡൈനാസ്റ്റി? ഇല്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ഇങ്ങനത്തെ സെറ്റപ്പ് വരുന്ന സമയത്ത് രജപൂത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കാം? ഡിക്ലൈൻ ആവാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, ദിസ് ഈസ് ദി രജപൂത് ഡൈനാസ്റ്റി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതിൽ? ക്ലിയർ ആണോ? ഫൈൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ എടുക്കുന്നത്